നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. PM ശ്രീയിൽ CPM-നെ വെട്ടിലാക്കി പിണറായിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ലേഖനം. കരാറിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. LDF മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടത് അപാകതയെന്നും രതീഷ് കാളിയാടൻ. പുതിയ വിവാദം, പ്രതിരോധത്തിലായ UDF-നെ രക്ഷിക്കാനെന്ന് CPM. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതെന്നും കീഴ്വഴക്കമല്ല രാഷ്ട്രീയമാണ് വലുതെന്നുമുള്ള ഓർമ്മപ്പെടുത്തലുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെങ്കിൽ പങ്കുവയ്ക്കൽ അനിവാര്യമെന്നും മുന്നറിയിപ്പ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി അസാധാരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും നേതാക്കളുടെ പ്രതികരണത്തിലെ ധാർഷ്ട്യവും തിരിച്ചടിയായി. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡ്രോൺ സർവേ നടത്തിയ ഭൂവുടമ എബ്രഹാം കലമണ്ണിലിനെതിരെ റവന്യൂ വകുപ്പ് ഹൈക്കോടതിയിലേക്ക്. ഡ്രോൺ പറത്തിയത് അനധികൃത നടപടിയെന്നും മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചെടുത്ത് കലമണ്ണിലിന് അവകാശമില്ലെന്നും വകുപ്പ്. കോഴഞ്ചേരി തഹസിൽദാരോട് കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജനറൽ സെക്രട്ടറിയാണ് എല്ലാമെന്ന് കരുതരുതെന്ന് ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപത്തിലെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമെന്നും ഇന്നയാൾ വരരുത് എന്ന് പറയരുതെന്നും ഉപരാഷ്ട്രപതി. പെരുന്നാൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. 10 നാവികരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാനില്ല. അപലപിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാന്റെ 140 കേന്ദ്രങ്ങളിൽ US ബോംബിംഗ്. ഗൾഫിലെ US താവളങ്ങളിൽ തിരിച്ചടിച്ചിറാൻ. ഹോർമുസ് അടച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കും വരെ കപ്പലുകളെ ഹോർമുസ് കടത്തില്ലെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. സമവായ ശ്രമങ്ങളുമായി ഒമാൻ. പ്രിയ ഗായിക ഇനി ഓർമ്മ. ജാനകിയമ്മയ്ക്ക് വിട ചൊല്ലി സംഗീത ലോകം. ഭൗതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരു ഹുണ്ടിയിലെ ഫാം ഹൌസിൽ സംസ്കരിച്ചു. PM ശ്രീയിൽ CPM-നെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ലേഖനം. കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് അവസരമില്ലെന്ന് രതീഷ് കാളിയാടന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തൽ. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടത് അപാകതയാണെന്നും ലേഖനത്തിലുണ്ട്. UDF-നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുതിയ വിവാദമെന്നും PM ശ്രീയിൽ LDF സർക്കാർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുമായിരുന്നു വിഷയത്തിൽ CPM-ന്റെ പ്രതികരണം. PM ശ്രീ പദ്ധതിയിൽ CPM നിലപാടിനെയും നടപടികളെയും ആകെയും പ്രതിസന്ധിയിലാക്കുകയാണ് പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടന്റെ ലേഖനം. പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ നിലവിൽ കഴിയില്ല. ഇത് സാധ്യമാണോ എന്ന് നിയമവിദഗ്ധർ ആഴത്തിൽ പരിശോധന നടത്തി വ്യക്തത വരുത്തേണ്ട സമസ്യയാണ്. PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സർക്കാരിന് നിരവധി തവണ കത്തുകൾ അയച്ചിരുന്നുവെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ പ്രധാന ചുമതലക്കാരനായിരുന്നു രതീഷ് കാളിയാടൻ. ലേഖനം വായിച്ചിട്ടില്ലെന്നും പ്രതിരോധത്തിലായി UDF-നെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുതിയ വാദമെന്നും CPM നേതാവ് P രാജീവ് പ്രതികരിച്ചു. ലേഖനം ഞങ്ങളൊന്നും വായിച്ചില്ല. പ്രതിരോധത്തിനാകുന്ന UDF-നെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? PM ശ്രീയുടെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ലല്ലോ. ഇപ്പൊ നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ വന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ മിന്നെടുത്തുനിന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. അവന് നടത്തിപ്പുകാരായി മാറിയിരിക്കുന്നു. PM ശ്രീയിൽ LDF സർക്കാർ തെറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളെ പിടിമുറുക്കുകയാണ്. നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന രോഷവും ചോദ്യവും ചോദിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടാണ്. സംസ്ഥാന ഗവൺമെന്റുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇപ്പൊ ഈ നീറ്റ് അടിച്ചേൽപ്പിച്ചതുപോലെ PM ശ്രീ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യണം. ലേഖനത്തിലെ വെളിപ്പെടുത്തലുകൾ PM ശ്രീ വിവാദത്തെ വീണ്ടും ചർച്ചയാക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സ്ഥാനം പാർട്ടിക്ക് അവകാശപ്പെട്ടതാണെന്നും എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്ക് തന്നെയെന്ന രീതി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. MN സ്മാരകത്തിൽ നടന്ന PKV അനുസ്മരണ യോഗത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വീണ്ടും ശക്തമായി ആവശ്യപ്പെട്ടത്. സ്ഥാനം പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. CPIയും CPMും
ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെങ്കിൽ ഉപനേതാവ് സ്ഥാനം നൽകണം. ജനാധിപത്യത്തിൽ എല്ലാ സ്ഥാനവും പങ്കുവച്ചാണ് മുന്നോട്ടു പോകേണ്ടത്. കീഴ്വഴക്കം മാറ്റണമെന്നും എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി എന്ന രീതി മാറണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. സ്ഥാനങ്ങളെല്ലാം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ അതെല്ലാം പങ്കുവെക്കപ്പെടണമെന്ന് CPI ആഗ്രഹിക്കുന്നു. നാം CPI നിലപാടെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരസ്യമായല്ല CPM ഇക്കാര്യം ആദ്യമായി പറഞ്ഞത്. CPM CPI ചർച്ചയിൽ മാന്യമായാണ് ആവശ്യമുന്നയിച്ചത്. ഇക്കാര്യത്തിൽ അയച്ച കത്തും മറുപടിയും കൈവശമുണ്ട്. ഇതൊന്നും അറിയാതെ CPI പുറത്തു പറഞ്ഞത് വലിയ അപരാധമായി എന്ന് പറയുന്നത് ശരിയല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന CPM പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടഞ്ഞ അധ്യായമെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. ഇക്കാരണത്താൽ തന്നെ LDF യോഗം ചേരുന്നതും വൈകുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി അസാധാരണമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ച. സംഘടനയ്ക്കകത്ത് ആഴത്തിലുള്ള തിരുത്തലും ശൈലിമാറ്റവും അനിവാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും നേതാക്കളുടെ പ്രതികരണത്തിലെ ധാർഷ്ട്യവും തിരിച്ചടിയായെന്നും മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ തന്നെ വിമർശനമുന്നയിച്ചു. അധികാര സ്ഥാനങ്ങളോടുള്ള ആർത്തി പാർട്ടിയെ സംഘടനാ തലത്തിൽ ദുർബലമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉയർന്ന പരാതികൾക്ക് നേരെ മുഖം തിരിച്ചതും നേതാക്കളുടെ പ്രതികരണത്തിലെ ധാർഷ്ട്യവുമാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ തിരിച്ചടിക്ക് കാരണമെന്നും വിമർശനമുയർന്നു. സംഘടനയ്ക്കുള്ളിൽ ആഴത്തിലുള്ള തിരുത്തലും ശൈലീമാറ്റവും അനിവാര്യമാണ്. കേരളത്തിലെ സാഹചര്യം ശരിയായി വിലയിരുത്താനും സംസ്ഥാന ഘടകത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്താനും കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചില്ലെന്നും ചില നേതാക്കൾ വിമർശിച്ചു. എന്നാൽ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് നേതൃമാറ്റം സംബന്ധിച്ച് നിലവിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് സൂചന. തെറ്റുതിരുത്തൽ രേഖയ്ക്കും കേന്ദ്ര കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്ത് അംഗീകാരം നൽകി. അതേസമയം വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടിനെതിരെ പ്രതികരിച്ച EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ചികിത്സാ കാരണം പറഞ്ഞാണ് EP അവധി നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നാളെ ആഭ്യന്തര വകുപ്പിന് കൈമാറിയേക്കും. റിപ്പോർട്ട് കിട്ടിയാലുടൻ അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGPയുടെ ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 19 ദിവസമായി. എന്നിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. ഇതിനു പിന്നാലെയാണ് ഉടൻ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത്. തിങ്കളാഴ്ച റിപ്പോർട്ട് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറുമെന്നാണ് സൂചന. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ടാകും നൽകുക. അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. നടപടിക്കെതിരെ ഉദ്യോഗസ്ഥർ നിയമ നടപടി സ്വീകരിച്ചാലും സർക്കാരിന് തിരിച്ചടിയാകരുതെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള നടപടിയായിരിക്കും ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുക. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ജീവനക്കാരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയതും കേസ് അട്ടിമറിക്കാൻ നടപടികൾ സ്വീകരിച്ചതും. ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉറപ്പായിട്ടുണ്ട്. ആലപ്പുഴയിൽ AD തോമസിനെയും അജയ് ജുവലിനെയും മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ, സന്ദീപ് എന്നിവരുൾപ്പെടെ 5 പേരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MR അജിത് കുമാറിനുള്ള സംരക്ഷണത്തിൽ ഹൈക്കോടതിയെ പഴിചാരി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അജിത് കുമാർ വിഷയത്തിലെ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണം. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യും. സർക്കാരിന്റെ എല്ലാ നടപടികളും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണെന്നും കോടതി വിമർശിച്ചാൽ സർക്കാരിന് തിരിച്ചടിയെന്ന് മാധ്യമങ്ങൾ പറയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പലതും വരുമെന്നായിരുന്നു വിഷയത്തിലെ യൂത്ത് കോൺഗ്രസ് വിമർശനത്തെപ്പറ്റി മന്ത്രിയുടെ മറുപടി. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം വരും, അതൊക്കെ ഗവൺമെന്റ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യും. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ നടപടികളും കോടതിയുടെ സ്ക്രൂട്ടണിക്ക് വിധേയമാണ്. കോടതി നാളെ ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്? ഗവൺമെന്റിന് കനത്ത തിരിച്ചടി. PSC നിയമന വിവാദത്തിൽ സർക്കാർ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ PSC നിലപാട് നാളെ ചേരുന്ന യോഗം തീരുമാനിക്കും. ഇക്കാര്യത്തിൽ അംഗങ്ങൾക്കിടയിൽ 2 അഭിപ്രായം തുടരുന്നതിനാൽ നിയമോപദേശം തേടിയാകും അന്തിമ തീരുമാനം. അതേസമയം ആസൂത്രണ ബോർഡ് നിയമന ക്രമക്കേട് കേസിൽ അന്വേഷണ സംഘം രേഖകൾ ആവശ്യപ്പെട്ട് നാളെ കമ്മീഷന് കത്ത് നൽകും. PSCയിലെ പരീക്ഷയും നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിശദമായി അന്വേഷിക്കാനാണ് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.
പരാതിക്കാരുടെ മൊഴിയും രേഖകളും പരിശോധിച്ച ശേഷം FIR രജിസ്റ്റർ ചെയ്യും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 25-ന് DGPക്ക് കൈമാറും. PSC ഇൻഫർമേഷൻ ഓഫീസർ, ആസൂത്രണ ബോർഡ് ചീഫ് ഓഫീസർ, KAS പരീക്ഷകളിലെ ക്രമക്കേടുകൾ നടന്നതായാണ് പരാതി. രേഖകൾ ലഭ്യമാക്കാൻ SIT നാളെ PSCക്ക് കത്തു നൽകും. അതേസമയം PSC തുടരുന്ന ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടരണമോ എന്ന കാര്യത്തിലും രേഖകൾ നൽകുന്നതിലും തിങ്കളാഴ്ചത്തെ PSC യോഗം തീരുമാനമെടുക്കും. രേഖകൾ കൈമാറുന്നതിൽ അംഗങ്ങൾക്കിടയിൽ 2 അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന് മുമ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാർ ആരംഭിച്ചതിലാണ് അതൃപ്തി. എന്നാൽ IG അജിത ബീഗം നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തിൽ അംഗങ്ങളുടെ എണ്ണം 8 ഉയർത്തിയിട്ടുണ്ട്. ADGP H വെങ്കടേഷിനാണ് മേൽനോട്ട ചുമതല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ ഡ്രോൺ സർവേയിൽ ഭൂ ഉടമ എബ്രഹാം കലമണ്ണലിന് നിയമക്കുരുക്ക്. മിച്ച ഭൂമിയിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയത് അനധികൃത നടപടിയാണെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി. സംഭവത്തിൽ ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ മാസം 16-ന് മിച്ച ഭൂമി കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ റവന്യൂ വകുപ്പ് ഈ നിയമലംഘനം കോടതിയെ ഔദ്യോഗികമായി അറിയിക്കും. വിമാനത്താവള പദ്ധതി പ്രദേശത്ത് റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഡ്രോൺ സർവേ നടത്തിയതാണ് ഭൂവുടമ എബ്രഹാം കലമണ്ണിലിന് പുതിയ നിയമക്കുരുക്കായി മാറിയിരിക്കുന്നത്. സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച സ്ഥലത്ത് എബ്രഹാം കലമണ്ണിലിന് യാതൊരുവിധ അവകാശവുമില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. അവിടെ ഡ്രോൺ പറത്തിയത് പൂർണ്ണമായും ചട്ടലംഘനമാണ്. സംഭവത്തിൽ കോഴഞ്ചേരി തഹസിൽദാരോട് ജില്ലാ കളക്ടർ അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ അനധികൃത സർവേയുടെ വിശദാംശങ്ങൾ റവന്യൂ വകുപ്പ് ഹൈക്കോടതിയെ അറിയിക്കും. ഈ മാസം 16-നാണ് ആറന്മുള മിച്ചഭൂമി കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനിടെ വിവാദ പ്രദേശത്ത് ഇനി ഒരു തരത്തിലുള്ള ഡ്രോൺ സർവേയും അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂവുടമ നടത്തിയ ഈ നിയമവിരുദ്ധ സർവേക്ക് ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ്. ഈ ഉദ്യോഗസ്ഥ ഒത്താശയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും കളക്ടർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, പത്തനംതിട്ട. മന്നത്ത് പത്മനാഭന് രാജ്യതലസ്ഥാനത്തൊരുക്കിയ സ്മൃതി മണ്ഡപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദ്വാരക സെക്ടർ 11-ലെ മന്നം സെന്ററിലാണ് മന്നത്ത് പത്മനാഭന്റെ വെങ്കല പ്രതിമയും സ്മൃതി മണ്ഡപവും സ്ഥാപിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഉപരാഷ്ട്രപതി വിമർശനം ഉന്നയിച്ചു. താനാണ് ജനറൽ സെക്രട്ടറി എന്ന ഭാവം കാണിക്കരുത്, മന്നം സ്മൃതിയിൽ ആര് വരണം വരേണ്ട എന്ന് തീരുമാനിക്കരുതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇവിടെ ജാതി മത വ്യത്യാസമുണ്ടാകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, MKG പിള്ള, MD ജയപ്രകാശ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പെരുന്നയിലെ പ്രശ്നങ്ങൾക്ക് ബദൽ മാർഗം കണ്ടെത്തണം. ഡൽഹിയിലെ മന്നം സ്മാരകം ഒരു ബദലാണ്. പെരുന്നയിലേത് മഹത്തായ സ്ഥാപനം. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി ഡൽഹിയിൽ പറഞ്ഞു. പെരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. നമുക്കതിനകത്ത് ദുഃഖമുണ്ടോ? നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഇതൊരു ഓൾട്ടർനേറ്റീവാണ്. തെന്നിന്ത്യൻ വാനമ്പാടി S ജാനകിക്ക് രാജ്യത്തിന്റെ പ്രണാമം. സംസ്കാരം മൈസൂർ ഹുണ്ടിയിലെ ഫാം ഹൗസിൽ നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ 8 മണി മുതൽ പൊതുദർശനം ഉണ്ടായിരുന്നു. ഗായിക ചിത്ര അടക്കമുള്ള പ്രമുഖർ ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി M ജോൺ പങ്കെടുത്തു. ഇന്നലെ രാത്രി മൈസൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. മലയാളികൾക്ക് എന്ന് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ സംഗീതം ഇഷ്ടപ്പെടുന്ന ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ജാനകിയമ്മ കടന്നു പോകുന്നത്. മലയാളി അല്ലെങ്കിൽ കൂടിയും അവർ മലയാളിയാണ് എന്ന് തോന്നിക്കത്തക്ക തരത്തിൽ അവരുടെ ആലാപനത്തിലെ ഉച്ചാരണ ശുദ്ധി കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല ഏതു ഭാഷക്കാർക്കും അവരുടേതെന്ന് തോന്നിക്കുന്ന തക്ക തരത്തിൽ ഗാനങ്ങൾ ആലപിക്കാനായിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക കഴിവ്. അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം ഫോർമലായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അതൊരിക്കലും തോന്നിക്കാത്ത തരത്തിൽ ഒരുപക്ഷെ ദൈവം പാട്ട് പഠിപ്പിച്ച ഒരു സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് തന്നെ ആളുകൾക്ക് തോന്നുന്ന തരത്തിൽ അത്ര വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ ഏത് ശ്രുതിയിലും
ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ആലപിക്കാനായിട്ട് സാധിച്ച മലയാള സംഗീത ലോകത്തിന് അതുപോലെ തന്നെ ഇന്ത്യൻ മ്യൂസിക്കിനും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള അനശ്വര കലാകാരിയാണ്. അവരുടെ പാട്ടുകൾക്ക് ഒരിക്കലും മരണമില്ല എന്നുള്ളതാണ്. അവരുടെ പാട്ടുകളിലൂടെ ജാനകിയമ്മ എല്ലാ കാലത്തും ജീവിക്കും എന്നുള്ളതാണ്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. മലയാളികളെ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ അനസ്തേഷ്യ നൽകേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ചികിത്സ നൽകിയ 3 ഡോക്ടർമാരെയും ചോദ്യം ചെയ്യും. ഇവരെ 2 ദിവസത്തിനകം ഹാജരാക്കണമെന്ന് പോലീസ് BMH ആശുപത്രി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. ബോധം കെടുത്തി ചികിത്സ നൽകേണ്ട മുറിവ് 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യയുടെ ശരീരത്തിലുണ്ടായിരുന്നില്ലെന്നും അനസ്തേഷ്യ നൽകി 10 മിനിറ്റിനുള്ളിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു വന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കുട്ടിയുടെ ആന്തരികാവയവങ്ങൾ കോഴിക്കോട്ടെ ലാബിൽ പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആശുപത്രിയിൽ നൽകിയ ചികിത്സ, മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട് എന്നിവ ആരോഗ്യവകുപ്പിന് പിന്നീട് കൈമാറും. പീഡിയാട്രീഷ്യൻ, പ്ലാസ്റ്റിക് സർജൻ, അനസ്തേഷ്യ നൽകിയ ഡോക്ടർ എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുക. കേസെടുത്തതിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഡോക്ടർമാർ ഒളിവിൽ പോയതായാണ് വിവരം. അമൃത ന്യൂസ്, കണ്ണൂർ. മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ അവസാനത്തെ ആളെയും കണ്ടെത്തി. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 6 ദിവസമായി നടത്തിവരുന്ന തിരച്ചിലിനൊടുവിലാണ് മീനാക്ഷി പാലത്തിന് സമീപത്തു നിന്നും വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം തുടർ നടപടികൾക്കായി വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. നേരത്തെ 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. പശ്ചിമ കൊച്ചിയുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി 3ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോ സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് കൊച്ചി നഗരസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം അവരുടെ സ്വന്തം സമ്പാദ്യമായി മാറ്റിവെക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദിവസേന ആയിരക്കണക്കിന് ആളുകളും 100 കണക്കിന് വാഹനങ്ങളും സഞ്ചരിക്കുന്ന ജലപാതയാണ് വൈപ്പിൻ ഫോർട്ട് കൊച്ചി. നിലവിൽ 2 റോറോകളാണ് സർവീസ് നടത്തിയിരുന്നത്. 3ാമത്തെ വെസൽ സേതുസാഗർ 3ന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചിരിക്കുന്നത്. ഇരട്ടി മധുരമായി സ്ത്രീകൾക്ക് റോറോയിൽ സൗജന്യ യാത്ര മേയർ VK മിനിമോൾ പ്രഖ്യാപിച്ചു. പുതിയ വെസൽ എത്തുന്നതോടെ പശ്ചിമ കൊച്ചിയിലേക്കും നഗരത്തിലേക്കുമുള്ള യാത്ര കൂടുതൽ സുഗമമാകും. കൊച്ചിയെ ലോകോത്തര ടൂറിസം കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയ വികസന പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ഓഷ്യൻ ഏരിയ കൊച്ചിയിൽ വരാൻ പോവുകയാണ്. ഏറ്റവും മനോഹരമായ 40 ഏക്കറിൽ പുതുവൈപ്പിലെ 40 ഏക്കറിൽ വരികയാണ്. ഈ രാജ്യത്ത് എങ്ങും ഇല്ലാത്ത ഒരു ഓഷ്യൻ ഏരിയയും വരികയാണ്. അത് ലോകത്തെ എല്ലായിടത്തുമുള്ള ടൂറിസ്റ്റുകൾ വരികയാണ്. പിന്നെ കൊച്ചിക്ക് സമീപം ഫിലിം സിറ്റി വരികയാണ്. വിശാല കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം കൂടി വരികയാണ്. വലിയ ടൂറിസം കേന്ദ്രമായി നമ്മുടെ കൊച്ചി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള വലിയ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുന്നത്. വലിയ മാറ്റം കൊച്ചിയിലുണ്ടാവും. കൊച്ചി നഗരസഭയുടെ തീരുമാനം പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം അവരുടെ സ്വന്തം സമ്പാദ്യമായി മാറ്റിവെക്കണം. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ആത്മവിശ്വാസവും അഭിമാനവും വളർത്താൻ ഇത്തരം സ്വന്തം സമ്പാദ്യങ്ങൾ സഹായിക്കുമെന്നും അതിനായി KSFE വഴി ഒരു പിങ്ക് ചിട്ടി ആരംഭിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MLAമാരായ മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, TJ വിനോദ്, ദീപക് ജോയ്, കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിച്ചെന്ന ആരോപണം തള്ളി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ. ആരോപണം അടിസ്ഥാനരഹിതമാണ്. വിഷയത്തിൽ പാർട്ടി അധ്യക്ഷൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രതികരിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, അതിന് അപ്പുറമൊന്നുമില്ല. ഇല്ല, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ. അത് അങ്ങനത്തെ വെറുതെ ചുമ്മാ ആവശ്യമില്ലാതൊക്കെ ആയിരുന്നു, യാതൊരു അർത്ഥമില്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എല്ലാം കാര്യം പറഞ്ഞു. ലോക ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ ക്വാർട്ടർ ഫൈനലിൽ 1-2 ഗോളുകൾക്ക് നോർവേയെ പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് അവസാന 4ലേക്ക് എത്തിയത്. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇരട്ട ഗോളാണ് ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ചത്. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിലായിരുന്നു ഇംഗ്ലണ്ടിനെ ത്രസിപ്പിക്കുന്ന
ജയം. നോർവേയ്ക്ക് വേണ്ടി 36-ാം മിനിറ്റിൽ ആൻഡ്രീസ് ഷെൽട്രൂപ്പാണ് ഗോൾ നേടിയത്. ഫൈനലിന് വെല്ലുന്ന ത്രില്ലർ. ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനലിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഓരോ നിമിഷവും. അടിയും തിരിച്ചടിയുമായി ഇരു ടീമുകളുടെയും മുന്നേറ്റ നിര കളം നിറഞ്ഞപ്പോൾ ആരാധകർക്കും ആവേശം. എർലിംഗ് ഹാലൻഡിന്റെ നേതൃത്വത്തിൽ 3 പേരെ മുന്നേറ്റത്തിലിറക്കിയുള്ള നീക്കമാണ് നോർവേ നടത്തിയത്. മറുവശത്ത് ഇംഗ്ലണ്ട് ആക്രമണത്തിന്റെ ചുമതല ഹാരി കെയ്ന് മാത്രമാണ് നൽകിയത്. പക്ഷേ കളി നിയന്ത്രിച്ചത് ജൂഡ് ബെല്ലിംഗ്ഹാം ആയിരുന്നു. ആദ്യ പകുതിയുടെ 30-ാം മിനിറ്റ് മുതൽ നോർവേ താരങ്ങൾ ഇംഗ്ലണ്ട് പോസ്റ്റിലേക്ക് ഇരച്ചുകയറി. ഒടുവിൽ ഹാരി കെയ്നെയും ഇംഗ്ലണ്ടിനെയും ഞെട്ടിച്ചുകൊണ്ട് നോർവേയുടെ പ്രഹരം. 36-ാം മിനിറ്റിൽ ആൻഡ്രേസ് ഷെൽട്രൂപ്പ് ഇംഗ്ലീഷ് വല കുലുക്കി. 45-ാം മിനിറ്റിൽ പകരക്കാരനായി ബുക്കായ സാക്ക എത്തിയതോടെ ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൈവന്നു. ഇഞ്ചുറി ടൈമിൽ ബെല്ലിംഗ്ഹാമിന്റെ കാലിൽ നിന്ന് ഇംഗ്ലണ്ടിന്റെ സമനില ഗോളെത്തി. രണ്ടാം പകുതിയുടെ തുടക്കം പതിയെങ്കിലും 65-ാം മിനിറ്റ് കഴിഞ്ഞതോടെ ഇംഗ്ലണ്ട് പോസ്റ്റിലേക്ക് നോർവേയുടെ ചുവപ്പ് സേന കുതിച്ചെത്തി. പിക്ഫോർഡും മുന്നേറ്റത്തിനൊപ്പം പ്രതിരോധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച സാക്കയും ചേർന്ന നോർവേ പ്രതീക്ഷകൾ ഇല്ലാതാക്കി. അവസാന നിമിഷങ്ങളിൽ അടിയും തിരിച്ചടിയുമായി കളം നിറഞ്ഞു രണ്ട് ടീമുകളും. ഒടുവിൽ മത്സരം അധിക സമയത്തേക്ക്. 93-ാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാം വീണ്ടും വലകുലുക്കി. റയൽ മാഡ്രിഡ് താരത്തിന്റെ രണ്ടാം ഗോൾ വീണതോടെ നോർവേ താരങ്ങൾ ആർത്തിരമ്പിയെങ്കിലും പ്രതിരോധം കടുപ്പിച്ച ഇംഗ്ലീഷ് പട വിജയം കൈവിടാതെ കാത്തു. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എർലിംഗ് ഹാലൻഡിനെ നോർവേ പിൻവലിച്ചു. കെയ്നിനും ഹാലൻഡിനും നിറം മങ്ങിയ മത്സരം കൂടിയായിരുന്നു ക്വാർട്ടർ ഫൈനൽ. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ആശ്വാസവും പുഞ്ചിരിയുമായി ഇംഗ്ലണ്ട് സെമിയിലേക്ക്. നെഞ്ചിടിപ്പേറ്റി വെല്ലുവിളി ഉയർത്തി നല്ല കളി സമ്മാനിച്ച് ഹാലൻഡും കൂട്ടരും മടങ്ങി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളുകൾക്ക് തകർത്ത അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ പ്രവേശിച്ചു. അധിക സമയം വരെ ആവേശം നീണ്ട മത്സരത്തിൽ 4 മുന്നേറ്റ താരങ്ങളെ ഒരേ സമയത്ത് ഇറക്കിയാണ് അർജന്റീന വിജയം പിടിച്ചെടുത്തത്. വലിയ ആവേശത്തോടെയാണ് അർജന്റീന ആരാധകർ സെമി പ്രവേശത്തെ വരവേറ്റത്. ഇംഗ്ലണ്ടാണ് സെമിയിൽ അർജന്റീനയുടെ എതിരാളികൾ. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാർ സെമിയിൽ ഏറ്റുമുട്ടുന്നത് ആദ്യമാണ്. അവസാന നിമിഷം വരെ രാജ്യത്തെയും ആരാധകരെയും മുൾമുനയിൽ നിർത്തി ജയിക്കുക എന്നത് അർജന്റീന ആവർത്തിച്ച മത്സരം. സ്വിറ്റ്സർലൻഡിനെതിരായ പോരാട്ടത്തെ ഇങ്ങനെയും വിശേഷിപ്പിക്കാം. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ 1-3 ഗോളുകൾക്കായിരുന്നു നീലപ്പടയുടെ വിജയം. മെസ്സി ഗോൾ കണ്ടെത്താതിരുന്ന മത്സരത്തിൽ ഇടവേളയ്ക്ക് ശേഷം ജൂലിയൻ അൽവാരസ് വലകുലുക്കിയതാണ് ശ്രദ്ധേയം. മാക്കാലിസ്റ്റർ, ലൗട്ടാരോ മാർട്ടിനസ് എന്നിവരാണ് അർജന്റീനയുടെ മറ്റ് ഗോൾ വേട്ടക്കാർ. എൻഡോയെയാണ് സ്വിറ്റ്സർലൻഡിന് വേണ്ടി ഗോൾ നേടിയത്. മത്സരം തുടങ്ങിയത് സ്വിറ്റ്സർലൻഡിന്റെ മുന്നേറ്റത്തോടുകൂടിയാണ്. എന്നാൽ 10-ാം മിനിറ്റിൽ മെസ്സിയുടെ മുന്നേറ്റത്തിൽ മാക്കാലിസ്റ്റർ വക അർജന്റീനയുടെ ആദ്യ ഗോൾ നേടിയെങ്കിലും ആദ്യ പകുതിയിൽ സ്വിസ് ആധിപത്യമായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞു. 67-ാം മിനിറ്റിൽ എൻഡോയിലൂടെ സ്വിറ്റ്സർലൻഡ് അർജന്റീനയെ ഞെട്ടിച്ചു. സ്കോർ 1-1. 72-ാം മിനിറ്റിൽ മുന്നേറ്റ താരം എംബോളയ്ക്ക് ചുവപ്പ് കാർഡ്. ഇല്ലാത്ത ഫൗൾ അഭിനയിച്ചതിന് 2ാം മഞ്ഞക്കാർഡ് കണ്ട് താരം പുറത്ത്. 10 പേരുമായി ചുരുങ്ങിയെങ്കിലും സ്വിറ്റ്സർലൻഡിന്റെ മുന്നേറ്റത്തിനോ പ്രതിരോധത്തിനോ കുറവൊന്നുമുണ്ടായില്ല. അധിക സമയത്ത് പക്ഷേ അർജന്റീനയുടെ പോരാട്ടത്തിന് കുറെ കൂടി വേഗത കൈവന്നു. മെസ്സിയും അൽവാരസും അൽമേഡയും ലൗട്ടാരോ മാർട്ടിനസും മുന്നേറ്റക്കാർ ഒന്നിച്ചിറങ്ങി. സ്വിറ്റ്സർലൻഡ് ഗോൾമുഖം വിറച്ചു. പക്ഷേ കോബൽ എന്ന വൻമതിൽ അർജന്റീനയ്ക്ക് മുന്നിൽ തടസ്സമായി. ഒടുവിൽ 112-ാം മിനിറ്റിൽ എല്ലാ പൂട്ടും പൊളിച്ച് സുന്ദരമായ ഗോളിലൂടെ ജൂലിയൻ അൽവാരസ് അർജന്റീനയ്ക്ക് ലീഡ് സമ്മാനിച്ചു. ഷൂട്ടൌട്ടിലേക്ക് പോകുമായിരുന്ന മത്സരം അർജന്റീനയ്ക്ക് അനുകൂലമായി. മിനിറ്റുകൾക്കുള്ളിൽ അർജന്റീനയുടെ 3ാമത്തെ ഗോളും വന്നു. ലൗട്ടാരോ മാർട്ടിനസിന്റെ വകയായിരുന്നു ജയമുറപ്പിച്ചുകൊണ്ടുള്ള 3ാം ഗോൾ. ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ സെമി ഫൈനൽ എതിരാളികൾ. ലോകകപ്പിൽ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടമുണ്ടാകുന്നത് ഇത് 6ാം തവണയാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. മറ്റൊരു സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 6542 കേസുകൾ. വിവിധ കേസുകളിലായി 7037 അറസ്റ്റുകളാണ് രേഖപ്പെടുത്തിയത്. 4603 ഗ്രാം MDMAയും 551 കിലോഗ്രാം കഞ്ചാവും ഇതുവരെ പിടിച്ചെടുത്തു. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് മാത്രം 164 പേർ അറസ്റ്റിലാകുകയും 148 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികളും പുരോഗമിക്കുന്നു. ഇന്നലെ മാത്രം സംസ്ഥാനത്തുടനീളം കേരള പോലീസ് 51 ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ഇതുവരെ നടത്തിയ
ആകെ ബോധവൽക്കരണ ക്ലാസുകളുടെ എണ്ണം 6846, കൗൺസിലിംഗുകളുടെ എണ്ണം 329. അങ്കമാലിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 110 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന സംഘത്തെ അങ്കമാലി എക്സൈസ് സംഘം പിടികൂടി. ഒഡീഷ സ്വദേശികളായ 4 പേരാണ് അറസ്റ്റിലായത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിലൊന്നാണ് ഇന്നു പുലർച്ചെ അങ്കമാലി എക്സൈസ് സംഘം പിടികൂടിയത്. ബാക്ക് പാക്കുകളിലായി കൊണ്ടുവന്ന 110 കിലോഗ്രാം കഞ്ചാവാണ് കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും പിടിച്ചെടുത്തത്. സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. ബൽഭദ്ര ധരുവ, ലക്ഷ്മൺ പത്ര, താരശ്വർ പത്ര, പ്രദീപ് ഖഡൈ എന്നിവരാണ് അറസ്റ്റിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ഈ സംഘത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അങ്കമാലി പാലിശ്ശേരി ഭാഗത്തേക്ക് കഞ്ചാവ് വരുന്നതായിട്ട് അങ്കമാലി റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻ ദാസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. പുറകിൽ പ്രവർത്തിക്കുന്ന ആൾ പറയുന്നതിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കുന്ന കാരിയേഴ്സായിട്ടാണ് നമുക്ക് ആദ്യമേ ബോധ്യപ്പെട്ടുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അവർ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി ബസ് മാർഗം വരാനുള്ളൊരു സാധ്യതയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു ക്യാച്ച് എക്സൈസ് വകുപ്പിൽ ഇല്ല. ഒരു ടീം രൂപീകരിച്ച് അന്വേഷണം ശക്തപ്പെടുത്തി അത്തരം പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികൾ എക്സൈസ് വകുപ്പ് സ്വീകരിക്കുന്നത്. അറസ്റ്റിലായ 4 പേരും കാരിയർമാരാണ്. 30,000 രൂപ വീതമാണ് ഇവർക്ക് പ്രതിഫലം കിട്ടിയിരുന്നത്. ഇവർ ഇതിനു മുൻപും കേരളത്തിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ടെന്നാണ് എക്സൈസിന്റെ അനുമാനം. ഇന്ത്യയിലെ മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ വരെ ലഭിക്കാൻ നിയമമുണ്ടെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. കുട്ടികൾ ആഗോള അറിവുകൾ നേടി സാങ്കേതിക മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ കൈവിടുന്നില്ല എന്ന കാര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ഊർജ വകുപ്പ് സഹമന്ത്രി ശ്രീപദ് യശ്വന്ത് നായിക്. ബാലഗോകുലം ഉത്തരകേരളം 51ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്ര ഊർജ സഹമന്ത്രി. ബാലഗോകുലം ഉത്തരകേരളം 51ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ കേന്ദ്ര ഊർജ സഹമന്ത്രി ശ്രീപദ് യശ്വന്ത് നായിക്കിന് കാസർഗോഡ് ചിന്മയ ഹാളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ആഗോള അറിവുകളുമായി ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും കുട്ടികൾ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ കൈവിടുന്നില്ലെന്ന കാര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സത്യത്തോടൊപ്പം നിലകൊണ്ട് കുട്ടികളെ ഉത്തരവാദിത്വപ്പെട്ട പൗരന്മാരാക്കുക ബാലഗോകുലത്തിന്റെ കടമയാണ്. ഓരോ വീടും ഓരോ ഗോകുലങ്ങളായി മാറണമെന്നും കേന്ദ്ര ഊർജ സഹമന്ത്രി പ്രവർത്തകരോട് പറഞ്ഞു. We live in an era of rapid technological advancement and globalization. While we want our children to acquire the global knowledge and skill, we must ensure that they do not lose their culture. To the parents and the thousands of the selfless Karyakartas gathered here, your role is paramount. The environment we provide today will dictate the trajectory of our country tomorrow. Continue supporting Balagokulam efforts. Let every home become a Gokulam where values are practiced daily. ബാലഗോകുലത്തിലെ അംഗങ്ങൾ മഹത്തായ സംസ്കാരത്തിന്റെ പ്രകാശവാഹകരാണ്. സൗഹാർദ്ദത്തിന്റെയും ആധ്യാത്മിക ഊർജത്തിന്റെയും പാഠങ്ങൾ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പകർന്നു നൽകണമെന്നും കേന്ദ്രമന്ത്രി പ്രവർത്തകരോട് പറഞ്ഞു. ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ആറന്മുള വള്ളസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ഇക്കുറി വഴിപാട് സദ്യകൾ നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി റെക്കോർഡ് ബുക്കിംഗാണ് ഇത്തവണ വള്ളസദ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഭക്തജന തിരക്ക് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്.
കരനാഥന്മാരുടെ വഞ്ചിപ്പാട്ടും ഭക്തലക്ഷങ്ങളുടെ ശരണം വിളികളും ഉയരുന്ന ആറന്മുളയുടെ പുണ്യതീരത്ത് ഇനി വള്ളസദ്യയുടെ നാളുകൾ. ഈ മാസം 19-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ഇക്കുറി വള്ളസദ്യ വഴിപാടുകൾ നടക്കുക. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 51 പള്ളിയോടങ്ങളാണ് ഇത്തവണ സദ്യയിൽ പങ്കെടുക്കാൻ ക്ഷേത്രക്കടവിലേക്ക് എത്തുന്നത്. 19-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുക്കും. നമ്മുടെ ഇപ്രാവശ്യത്തെ വള്ളസദ്യ ആചാരാനുഷ്ഠാനങ്ങളിൽ ഊന്നിയുള്ള വള്ളസദ്യ ജൂലൈ മാസം 19-ാം തീയതി തുടങ്ങിയാണ്. സെപ്റ്റംബർ 16-ാം തീയതി വരെ നീണ്ടിരിക്കുന്ന 60 ദിവസത്തെ കാലയളവിലാണ് ഇപ്രാവശ്യം നടക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. ഇപ്രാവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരടക്കം ഇവിടെ വന്ന് യോഗം കൂടി വേണ്ട അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അത് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം തന്നെ കുറഞ്ഞ സമയത്തിൽ 4000 പേരോടടുത്ത് ഒരേ പ്രാവശ്യം ഈ വള്ളസദ്യ പങ്കെടുക്കുവാനായിട്ട് ഈ ക്ഷേത്രസന്നിധി തന്നെ എത്തുന്നുണ്ട്. ഇതുവരെ 470 സദ്യകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 550 വരെ ഉയർന്നേക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഇത് വള്ളസദ്യയുടെ ചരിത്രത്തിലെ തന്നെ സർവകാല റെക്കോർഡാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഇക്കുറി 20 സദ്യാലയങ്ങളും 16 സദ്യ കോൺട്രാക്ടർമാരെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഇപ്രാവശ്യം ദിവസം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെയിലി നടക്കുന്ന സദ്യയുടെ എണ്ണം കൂടുതലാണ്. അത് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുള്ളൂ. വള്ളസദ്യ ദിവസങ്ങളിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം വഴി ദിവസേന എത്തുന്ന ഭക്തർക്കായി പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ പ്രത്യേക സദ്യയും സജ്ജമാക്കിയിട്ടുണ്ട്. ദിവസേന 8 KSRTC ബസ്സുകളാണ് ഇവിടേക്ക് എത്തുക. പമ്പാ നദിക്കരയെ ഭക്തിസാന്ദ്രമാക്കാൻ ഇനി പള്ളിയോടങ്ങളുടെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് നാട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആനയെ നടക്കിരുത്തുന്നത് മുതൽ വെടിക്കെട്ട് വരെ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഭക്തജനങ്ങൾക്കും സർക്കാരുകൾക്കും എന്ത് റോളാണുള്ളത്? ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കോടതി ഇടപെടലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും കെ മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കാര്യങ്ങളിലും കോടതി തന്നെ ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വല്ല റോളും. ശബരിമലയിൽ സർക്കാരിനും റോളില്ല, ദേവസ്വത്തിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂവ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എങ്ങനെ ക്യൂ നിൽക്കണം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേൽനോട്ട അവകാശം മാത്രമേ കോടതിക്കുള്ളൂ. വക്കീൽമാരായിട്ട് അവർക്കറിയാം. മേൽനോട്ടം ഓഡിറ്റിംഗ് അധികാരം, ദേവസ്വത്തിന് കൊടുക്കുന്ന ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷണർ നിയമിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ അവകാശമില്ല. പിന്നെ ഇടുക്കി കാഞ്ചിയാറിൽ വീട് നിർമ്മാണത്തിന് പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി അർബുദ രോഗിയായ വീട്ടമ്മ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം വരെ നടത്തിയിട്ടും തനിക്ക് നീതി ലഭിച്ചില്ല എന്നാണ് കാഞ്ചിയാർ കോവിൽമല സ്വദേശിനിയായ വീണ ഷാജിയുടെ പരാതി. കാഞ്ചിയാർ കോവിൽമല പുതുപ്പറമ്പിൽ വീണ ഷാജിക്ക് PMAY പദ്ധതി പ്രകാരമാണ് വീട് അനുവദിച്ചത്. എന്നാൽ വനം വകുപ്പിന്റെ NOC ഇല്ലാത്തതിനാൽ വീടിന് പെർമിറ്റ് ലഭിച്ചില്ല. BTRൽ തേക്ക് പ്ലാന്റേഷൻ എന്ന് രേഖപ്പെടുത്തിയ സ്ഥലം തങ്ങളുടേതാണെന്നാണ് വനം വകുപ്പിന്റെ വാദം. വീട് നിർമ്മാണത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട ഇവർ കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ 4 ദിവസം നിരാഹാര സമരം നടത്തി. എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. അപ്പോൾ ഞാൻ അതിന് 4 ദിവസം പോയിരുന്ന നിരാഹാര സത്യാഗ്രഹം ഇരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട അന്നത്തെ റോഷി അഗസ്റ്റിൻ മന്ത്രി വീട് തരാമെന്ന് പറഞ്ഞു. ചേച്ചി എഴുന്നേറ്റ്, ചേച്ചിക്ക് ഒരു വീടിന് അർഹതയുണ്ട്, വീട് തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അതെല്ലാം ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് പോയി, ഞങ്ങൾക്ക് വീട് കിട്ടിയില്ല. വീണ ഷാജിക്ക് അർബുദരോഗം ബാധിച്ചതോടെ ഭർത്താവ് ഇവരെയും 3 മക്കളെയും ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ വനമേഖലയോട് ചേർന്നുള്ള ചെറിയ വീട്ടിലാണ് മക്കളുമായി താമസിക്കുന്നത്. വന്യമൃഗശല്യം മൂലം ഇവിടെ കഴിയാനാകാത്ത അവസ്ഥയാണെന്ന് വീണ ഷാജി പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ ആന വന്ന് ചവിട്ടി കൊന്നിട്ട് പോകും. ആനയ്ക്കും ഒരു പരിഹാരമായില്ല. ഞങ്ങൾ ഇവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൽ പറഞ്ഞു, റേഞ്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, റോയി കെ പൗലോസ് ബഹുമാനപ്പെട്ട MLAയുടെ അടുത്ത് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു പരിഹാരം ഉണ്ടാക്കി തരാം. ഇന്ന് 6 ദിവസമായി ആന വന്നിട്ട് പോയിട്ട്. ഫോറസ്റ്റുകാർ ആദ്യം വന്ന് ഒരു 10 പടക്കം തന്നതല്ലാതെ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. വീണയെപ്പോലെ 40 കുടുംബങ്ങളാണ് കോവിൽമലയിൽ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. സർക്കാർ മാറി വന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. അമൃത ന്യൂസ്, ഇടുക്കി. കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിന് വീണ്ടും വെല്ലുവിളിയായി ചുങ്കത്ത് 30-ലെ പൊക്കുപാലം. കഴിഞ്ഞ ദിവസം വൈദ്യുതി തടസ്സത്തെ തുടർന്ന് പാലം ഉയർത്താനാകാതെ ഇതുവഴിയുള്ള ബോട്ട് യാത്ര തടസ്സപ്പെട്ടു. വൈദ്യുതി മുടങ്ങുമ്പോഴും പാലം ഉയർത്തുന്നതിന് ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലം ഉയർത്തുന്നതിനുള്ള ഇരുമ്പ് വടത്തിന് ബലക്ഷയം ഉള്ളതായും നാട്ടുകാർ പറയുന്നു.
കോട്ടയം നഗരസഭ 37-ാം വാർഡിലെ നിരവധി കുടുംബങ്ങളുടെ ആശ്രയമാണ് ചുങ്കത്തുമുപ്പതിലെ പൊക്കുപാലം. കോട്ടയം കോടിമതയിൽ നിന്നും കാഞ്ഞിരം വഴി ആലപ്പുഴയ്ക്കുള്ള ജലഗതാഗത വകുപ്പിന്റെ യാത്രാബോട്ട് ഈ പാലത്തിനടിയിലൂടെയാണ് കടന്നുപോകുന്നത്. പാലത്തിന്റെ മധ്യഭാഗം ഉയർത്തിയാണ് ബോട്ട് കടത്തിവിടുന്നത്. 1 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പാലം സാങ്കേതിക തകരാറ് മൂലം പലപ്പോഴും ഉയർത്താനാവാതെ വരുന്നത് ബോട്ട് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ലക്ഷങ്ങൾ മുടക്കി പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടില്ല. പാലത്തിന്റെ തകരാർ മൂലം ബോട്ട് വഴിതിരിച്ചു വിടുമ്പോൾ ബോട്ടിനെ ആശ്രയിക്കുന്ന നിരവധി പേർ പ്രതിസന്ധിയിലാകും. പാലം ഉയർത്തുന്ന ഇരുമ്പ് വടത്തിന്റെ ബലക്ഷയം പരിഹരിക്കണമെന്നും വൈദ്യുതിയില്ലാത്തപ്പോഴും പാലം ഉയർത്തുന്നതിന് ബദൽ സംവിധാനം ഒരുക്കണമെന്നും നിരവധി തവണ നഗരസഭാ അധികൃതരോടും MLAയോടും ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പം ഈ നിസാരം ഞാനിപ്പോൾ ഈ 2026 ഫെബ്രുവരി 6-ാം തീയതി ഈ റോപ്പ് പൊട്ടിയതിന് കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് പരാതി അവിടെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടുമുണ്ട്. ഇതുവരെ അന്വേഷിക്കാനും വന്നിട്ടില്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത 2 ദിവസമായിട്ട് കറണ്ടില്ല. 3 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ബോട്ട് കിടക്കുക. ബോട്ടിലെ സർക്കാർ ജോലിക്കാർ രാവിലെ അവരിവിടെ ഇന്നലെ പോയത് 9 മണി കഴിഞ്ഞാൽ ആ ബോട്ട് തിരിച്ചു പോകേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ആലപ്പുഴയിൽ നിന്ന് വരുന്ന 7-കാലിൻ്റെ ബോട്ട് 9:30 ഇവിടെ വരുമ്പം ആ ബോട്ട് ഇവിടെ വന്ന് 1.5 മണിക്കൂർ കിടക്കുക. ഇത് തന്നെ 2-3 ദിവസമായിട്ട് അവസ്ഥയാണ്. കറണ്ടില്ല, കയ്യിലോട്ട് കറക്കി പൊക്കാനും പറ്റുകയില്ല. ഇതിൻ്റെ ബ്രേക്ക് പോയി, ഇതിൻ്റെ വീഞ്ച് പോയി കിടക്കുന്നു. ഇതിന് സർവ്വ കുഴപ്പങ്ങളാണ്. ഇത് നമ്മൾ അറിയിക്കേണ്ടവരെ കൗൺസിലർ തൊട്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മുൻപ് തടികൊണ്ട് നിർമ്മിച്ച പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇരുമ്പ് പാലം വന്നതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് അക്കരെ ഇക്കരെ കടക്കാമെന്നായി. പാലം ഇടയ്ക്ക് പണിമുടക്കുമ്പോൾ പാലത്തിനടിയിലൂടെയുള്ള ബോട്ട് സർവീസും പാലത്തിലൂടെയുള്ള നാട്ടുകാരുടെ യാത്രയും തടസ്സപ്പെടുകയാണ്. ഇരുമ്പ് പാലം മാറ്റി ആളുകൾക്ക് തന്നെ ഉയർത്താവുന്ന തടികൊണ്ടുള്ള പാലം സ്ഥാപിക്കാമെന്ന ജനപ്രതിനിധികളുടെ നിർദ്ദേശത്തിനെതിരെ മുൻപ് വലിയ രോഷമുയർന്നിരുന്നു. ഇവിടെ ഇരുചക്ര വാഹനങ്ങളെങ്കിലും കയറ്റാവുന്ന പാലം നിലനിർത്തണമെന്നും എന്നാൽ ബോട്ട് സർവീസ് തടസ്സപ്പെടാത്ത സാഹചര്യം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം.